തിന്നാൻ പറ്റില്ലേ? ഇതിലുണ്ടായി സാരം കൂടിപ്പോയി. അത് തിന്നു ആൾക്കാര്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട്? വന്നിണ്ട്. അത് മനസ്സിലാവണം, അവർക്ക് മനസ്സിലാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജന വിസ്മയ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചാലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചാലഞ്ചിന്റെ പേര് ഗെസ് ദ ഇൻഗ്രീഡിയന്റ്. അപ്പൊ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും 5 ഇൻഗ്രീഡിയൻസ് ആണ് വിചാരിച്ചെടുക്കുന്നത്. അവള് വിചാരിച്ചെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എനിക്കറിയില്ല, ഞാൻ വിചാരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അവൾക്കറിയില്ല. ഒരാൾ ബ്ലൈൻഡ് ഫോൾഡഡ് ആവും. ദ അതർ വൺ 5 ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തത് എനിക്ക് തരും. ഞാനത് ടേസ്റ്റ് ചെയ്യുക. അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് എഴുതി വെക്കാം. അത് നമ്മള് ലാസ്റ്റില് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുള്ളൂ എത്ര എണ്ണം എന്നുള്ളത്. ഞാൻ എഴുതിയത് ഞാൻ എടുത്തു വെക്കും, നീ എഴുതിയത് നീ എടുത്തു വെക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് നോക്കുക. അപ്പോഴേ അറിയുള്ളൂ ആരാണ് ജയിച്ചത്, എത്ര എണ്ണം കൂടുതൽ ചെയ്ത്. ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അവളും ഉള്ളിലാണ്. ഞാനാണ് ഫസ്റ്റത്തെ ഇത് തുടങ്ങുന്നത്. ഞാനതിൽ അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു തക്കാളി, ഇതിൻ്റെ ഉള്ളിലത്തെ മാത്രമേ ഇടണുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ജ്യൂസ് മാത്രം വീണ പോലെ ഇടണുള്ളൂ, തക്കാളി വീണ പോലെ ഇടണില്ല. ഒരു സ്പൂൺ വന്നിട്ടുണ്ട്, ഇത് മതി. ഇത് പുളീൻ്റെ വെള്ളമാണ്. ഇതും ഞാൻ കുറച്ചേ ഇടണുള്ളൂ, കൂടുതലിട്ട ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ ഇതിലേക്ക് ബസ് കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പോൾ ഓക്കെ. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ പറയട്ടെ. ഇതിലെന്തൊക്കെയുള്ളത് നമുക്ക് എത്ര എണ്ണം പറയാൻ പറ്റുമെന്ന് നോക്കാം. ഇത് മഞ്ഞൾപ്പൊടി ഉണ്ട്, എന്തായാലും കണ്ണടച്ചിട്ടല്ലേ, കാരണം നോക്കാം എങ്ങനെയാ അവളെന്തൊക്കെ പറഞ്ഞെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, അവളെ വിളിക്കട്ടെ. കട്ട് ചെയ്തു. അപ്പോൾ വന്നിരിക്കുകയാണ് ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുള്ളത് ഒരു കൊണ്ടുവന്നുണ്ട്. തിന്നാൻ പറ്റില്ലേ? ഇതിങ്ങനെ തൊട്ടിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. കർപ്പൂര ഭസ്മവും നീ ടേസ്റ്റ് ചെയ്തിട്ടല്ലേ? അയ്യോ, ഇതിന് വേണ്ട. ഇതൊക്കെ എന്തിട്ടത്? വായിൽ വെച്ചോ, കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്നതൊക്കെയാണ്. ഞാൻ ഒരു സ്പൂൺ എടുത്ത് തരാം, അത് വായിൽ അങ്ങനെ വെച്ചോ. അങ്ങനെയൊക്കെ വേണ്ടത് പറ്റില്ല. ഒരു 2 ഇൻഗ്രീഡിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, 5 എണ്ണല്ലേ? ആ, ഇങ്ങനെ വെച്ച എന്ത് മനസ്സിലാവാനാ? ഇട്ടുള്ള സാരം കൂടിപ്പോയി. കുഴപ്പമില്ല, നല്ല മണല്ലേ? അതല്ല പറഞ്ഞ ഭസ്മത്തിന്റെ മണം ഉണ്ടെന്ന്. അതിന്റെ മാത്രം ടേസ്റ്റ് വരണുള്ളോ? അത് ഉപ്പും. പിന്നൊന്നുമില്ല, വേറെ ഒന്നിന്റെ ടേസ്റ്റ് എനിക്ക് അറിയണില്ല, മനസ്സിലാവണില്ല. കക്കിണ് കക്കി ഭസ്മം കക്കിയുണ്ട്, ഉപ്പും ഭസ്മമായപ്പോ എന്തൊക്കെയോ ടേസ്റ്റ്. ചന്ദനട്ടാ അത് തിന്നോ ആൾക്കാര്? എന്താ തിന്നാ? അത് തിന്നോ? ഇക്കാരും കാണാനില്ല. തിന്നാൻ പറ്റും. അപ്പൊ ചന്ദനട്ടുണ്ടാ? തള്ളല്ലേ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട്?
നീ പറഞ്ഞ കളിക്ക് നീ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ലേ? ടേസ്റ്റ് ചെയ്തിട്ട് നീ എഴുതണമെന്നല്ലേ പറഞ്ഞത്? ആ കഴിഞ്ഞില്ലേ ടേസ്റ്റ്? ഓ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. കൊടുത്തോണ്ട് ഞാൻ ഇപ്പൊ തുറന്നിട്ട് ഞാൻ എഴുതാ. എനിക്ക് തോന്നിയൊരു 2-3 എന്റെ മൈൻഡിലുള്ളതും ബാക്കി 2 എനിക്ക് തോന്നുന്നു ഇതാ. തുറക്കട്ടെ? പേപ്പർ തരട്ടെ? എവിടെ എവിടെ പിന്നെവിടെ പിന്നെവിടെ നീ എന്റെ നേരത്തെ എടുത്ത് എടുത്തോണ്ട് പോയാ? എനിക്കറിയില്ല. പെണ്ണല്ലേ അവിടെ ഇരിക്കണം. അത്രയ്ക്കും വൃത്തിയായിട്ട് ഐറ്റം ഒന്നല്ല തന്നെ. അതെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിത് തന്നത്. ഉപ്പുണ്ടത് എഴുതിക്കോ. ഇവിടെ സൂം ചെയ്തിട്ടുള്ള ഇതെന്ത് കാണിച്ചു കേട്ടോ. ഒരു ഓമിട്ട് കേട്ടോ എഴുതിക്കോ. പിന്നെ ഇതെന്താ പ്രാന്ത? ഞാൻ തിന്നണ വല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞപ്പോ ഇവള് പൂജാരിയായ. അത് വന്നപ്പോ തന്നെ ഒരു അമ്പലത്തിന്റെ സ്മെല്ല്. ഞാനിവിടെ ഒക്കെ ഒരു അമ്പലാക്കാന്ന് പറഞ്ഞു. ഇന്ന് എഴുതു. ഞാനപ്പൊ എന്റെ മനസ്സിൽ വിചാരിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി. ഞാൻ അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇരിക്കും മേലെ വരുന്നില്ല. പക്ഷെ 5 ഉള്ളതുകൊണ്ട് 5 എഴുതാ. ഞാൻ തന്ന ഐറ്റം ഒക്കെ നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. എനിക്കിഷ്ടമുള്ള ഐറ്റമാണ്. ഇത്രയ്ക്കും വലിയ ക്ലൂസ് ആണ് ഞാൻ കൊടുത്തത്. ഇവൾക്ക് ഇഷ്ടമുള്ള ഐറ്റം. ഇഷ്ടമുള്ള ഐറ്റം ഒന്നുണ്ടാവില്ല ഇവിടെ. ഇന്നേക്കൂ എനിക്ക് വെറുതെ എന്തെങ്കിലും ഇടാന്ന് വെച്ചാൽ പോലെ അതുപോലും കിട്ടാത്ത പോലെ. അതിനൊരു ഈ 3ന്റെ ടെസ്റ്റ് അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും. വെറുതെ ഇതല്ലേ ചെയ്തേലും 1-2 കറക്റ്റ് ആണെങ്കിൽ ജയിക്കണം. ചന്ദനം ചിരിക്കണം. ഇന്ത്യനോട് എന്തിട്ട് എന്റെ ലിപ്സ്റ്റിക്കും കുറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇത്രയ്ക്കും ബ്ലാക്ക് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഞാൻ ആദ്യമായിട്ടാണ്. മനസ്സിലാവില്ല ഓർമ്മ. അപ്പൊ ഇതൊക്കെ തെറ്റാണോ? ആർക്കറിയാ? ഭക്ഷണത്തിന്റെ മണം വരാൻ വേണ്ടിട്ട് മാത്രം ഇങ്ങനെ വെച്ചതായിരിക്കാം. ഈ 5 ഇരിക്കട്ടെ. ഇത് ഞാൻ അങ്ങോട്ട് കാണിക്കണം. നീ ഇതിനെ നോക്കി ഫുള്ളും കണ്ട? എനിക്ക് എന്താ കണ്ണിന് കാഴ്ച. അത് കാണരുത് നടന്നു. അപ്പൊ ഓക്കെ. അപ്പൊ നീ അവള് സെറ്റ് ചെയ്തേ. ഞാൻ ഇപ്പൊ ഞാൻ ഇടാൻ പോവാണ്. ഫസ്റ്റത്തെ ഏലക്ക. അത് നമ്മൾ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുകൾ ഒരു 2-3 എണ്ണത്തിൻ്റെ ഇടാം. ഇതിപ്പോൾ പൊളിക്കുക. ഒരെണ്ണം ഫസ്റ്റ് പൊളിച്ചിടാം. പിന്നെ ബാക്കി 2 എണ്ണം ഞാൻ പിന്നെ ഇടാം. ഇതിൻ്റെ കൂടുതൽ ഫ്ലേവർ വന്നാൽ അറിയില്ല, നോക്കാം. ഒരെണ്ണം വെച്ചിട്ട് പിന്നെ ഞാൻ അടുത്തത് ഇടാൻ വിചാരിക്കുന്നത് ഒരു അധികം ഇട്ടായ നേരത്തെ എനിക്ക് മഞ്ഞൾ കൂടുതലായി. അതുകൊണ്ട് മഞ്ഞളുടെ ടേസ്റ്റായിരുന്നു കൂടുതൽ. മല്ലിപ്പൊടി ഇത് ഇത്തിരി കൂടുതലിട്ടാൽ ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാത്രം വന്നാൽ പറയാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മളെ കായം ഇപ്പുറത്തേക്ക് വീഴും. കായപ്പൊടി പിന്നെ ഇതിൻ്റെ സ്മെല്ല് പോയും കുറച്ച് അവൾക്ക് ഇഷ്ടമില്ല. നീയാണ് അയ്യോ ഇത് കട്ടയിട്ടിരിക്കണില്ലേ. ഇതിപ്പോൾ എങ്ങനെ എടുക്കും? ഈ സ്പൂണിലാകെ ഇതായില്ലോ. ഇതിൻ്റെ അത് ഞങ്ങൾ കുറച്ച് പിന്നെ ഇടാം. പിന്നെ ഒന്ന് കൊക്കോ പൗഡർ. കൂടുതലിട്ടായ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരും. വീട്ടിൽ കൊക്കോ പൗഡർ ഉണ്ട് നമുക്കറിയും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവളെ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇതാണ് 5 ഇൻഗ്രീഡിയൻസ് എൻ്റെ.
വയലച്ചെണ്ണ. അത് ശരി, ഒന്നും പറയുന്നില്ലേ? ഞാൻ വന്നു. ആ വന്നിണ്ട്. അല്ല ഞാൻ ടേസ്റ്റ്. എന്തേലും മനസ്സിലാവണ്ട? എന്തൊക്കെ 5 ഇൻഗ്രീഡിയൻസും കിട്ടിയ? ഒരെണ്ണം മനസ്സിലായിപ്പോ. ഒരെണ്ണം അതെങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കോട്ടെ. 2 മനസ്സിലായി. അത്ര ഇഷ്ടായി തീർക്കുന്നത് തോന്നുന്നുണ്ട്. നോക്കിയോക്കാം. ഇഷ്ടായ? ഇഷ്ടായിട്ടൊന്നും അല്ല, വലിയ കാര്യത്ത് തിന്നണ്ടല്ലോ. ഞാൻ പറയണല്ലോ, അതുകൊണ്ടാണ്. കണ്ണട ഇല്ലെങ്കിൽ കണ്ണ് കാണില്ല. എഴുതി. തോന്നുന്നു, അറിയില്ല. കണ്ടോണ്ടെല്ലാം പേര് കൊടുത്ത സ്ഥലേ അയ്യോ സോറി, സംസാരിച്ചേ അറിയാണ്ട് തെലുങ്ക്. സോറി, ഞാൻ ഇതൊക്കെയാണ് വിചാരിക്കണോ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യലല്ലേ. പിടിച്ചോ, അതിന്റെ എക്സാം പേപ്പർ, എന്റെ എക്സാം പേപ്പർ. കറക്ഷൻ അല്ലേ ചെയ്യണ്ട്. ഇതാ ഇവളുടെ പേപ്പറാണ്. എന്റെ പേപ്പറും കാണിച്ചോട്ടെ. അത് ഫസ്റ്റ് കറക്ഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇത്. ഓക്കെ, ഞാൻ കറക്ഷൻ അല്ലേ ചെയ്യണ്ട്. ഫസ്റ്റ് വൺ ഓക്കെ, സെക്കൻഡ് വൺ ഓക്കെ, തേർഡ് വൺ ഓക്കെ, ബാക്കി രണ്ടും റോങ്. അതിന് പകരം ഔട്ട് ഓഫ് 5. ഇവിടേതാ? ടൊമാറ്റോ ഇതൊരെണ്ണം. ഇനിയൊരെണ്ണം ടാമറിൻഡ് വാട്ടർ. അതിന് പുളിയില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്ന് പറയുമ്പോ പുളി എന്നുള്ളത് മൈൻഡിൽ വന്നു. പക്ഷെ അതിന്റെ ഒരു വക ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇതില് അതിന് 3 കറക്റ്റ് ആയിട്ടാ. LG കറക്റ്റ്, കാർഡമം കറക്റ്റ്, ഗരം മസാല തെറ്റി, ഓയിൽ തെറ്റി, ക്ലോവ് തെറ്റി. ഇതിൽ എന്തുട്ടായിരുന്നു ഞാട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, 1 ഗീ. അപ്പൊ നിനക്ക് 2 ഔട്ട് ഓഫ് 5. 1 ഗീ, 1 കൊക്കോ പൗഡറിന്റെ സ്പെല്ലിങ് ഏതാ? COCOA കൊക്കോ പൗഡറിന്റെ ടേസ്റ്റ് പൗഡർ. പിന്നൊന്ന് എന്തായിരുന്നു? മല്ലിപ്പൊടി, കൊറിയാണ്ടർ. ഞാൻ കൊറിയാണ്ടർ ആലോചിച്ച് ഗരം മസാല. ഓ, അതിപ്പോ ഇതിന്റെ കയ്യില് ഞാനാണ് ജയിച്ചത് എന്നൊരു. പക്ഷെ ആ സാധനത്തിലാണ് സത്യമായിട്ട് ഈ ടൊമാറ്റോന്റെ ടാമറിന്റെ ടേസ്റ്റ് ഇല്ല. എനിക്ക് മറ്റേ എന്നിട്ട് മഞ്ഞളിന്റെയും ഉപ്പിന്റെയും ഭസ്മത്തിന്റെയും. ഇനിയിപ്പോ ചന്ദനാണോ എന്നുള്ള ഡൗട്ടിൽ ചന്ദന എഴുതി. ഇനി സോൾട്ട് അല്ല ബേക്കിംഗ് സോഡയാണോ എന്ന് വിചാരിച്ചിട്ട് എന്നാ ബേക്കിംഗ് സോഡ എഴുതി. ഗീന്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാനത് ഓയിലിനെ. എനിക്ക് മനസ്സിലായി ഓയില് ഗീന്റെ പകരം എഴുതിയതാണ്. അല്ലെങ്കിൽ ഞാനത് കാർഡമമ്മ അതിന്റെ കുരു കിട്ടിയോണ്ട് അത് വയന്നെടുത്തിട്ട് ആക്കിയൊരെണ്ണം മനസ്സിലായി. LG ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എത്ര? 2 നീ ശരിയാക്കി, 3 ഞാൻ ശരിയാക്കി. എക്സാമ്പിൾ ഞാനാണ്. ഇവൾക്ക് കിട്ടിയ മാർക്ക് ഞാൻ തെറ്റിച്ചു, എനിക്ക് കിട്ടിയ മാർക്ക് അവള് തെറ്റിച്ചു.
അത് മനസ്സിലാവണവർക്ക് മനസ്സിലാവും. ആണോ? അനക്ക് മനസ്സിലായില്ലേ? അപ്പൊ അനക്ക് ബുദ്ധിയില്ലേ? ഇവൾക്ക് കിട്ടിയ മാർക്ക് ഞാൻ തെറ്റിച്ചു. ആ കിട്ടിയ മാർക്ക് ഞാൻ തെറ്റിച്ചു. ആ എനിക്ക് കിട്ടിയത് 2 മാർക്ക്, 2 നീ തെറ്റിച്ചു. അനക്ക് കിട്ടിയത് 3 മാർക്ക്, ഞാൻ തെറ്റിച്ചു. കണ്ട ക്യാമറമാനർക്ക് അത് ഇതിങ്ങനെയൊക്കെയാണോ പറഞ്ഞെന്നുള്ള രീതിക്കാണോ വാവ് പറഞ്ഞു. ആലോചിക്കണം. എന്നിട്ട് അതെനിക്ക് ഞാനത് തെറ്റിന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ ഗീ ഓയിൽ ഓരോരു ടെക്സ്ചർ അല്ല ഗരം മസാല കൊറിയാണ്ടർ പൗഡർ രണ്ടും പൗഡർ അങ്ങനെ ഞാൻ ഇതിൽ എന്തൊക്കെയാന്ന് നോക്കട്ടെ. കാർഡമോ ഏതെങ്കിലും ടമാറ്റോക്ക് കാർഡമം നെയ്യോ ചന്ദനം ചന്ദനം ഏതെങ്കിലും ടമാറ്റോയും ചന്ദനം സെയിമാണ്. ബേക്കിംഗ് സോഡ ടാമറിൻ വാട്ടർ ഏതെങ്കിലും വാട്ടറും സോഡ പൗഡർ ഞാൻ ഈ നനവുള്ള സാധനം എന്തരൊക്കെ വിചാരിച്ച എന്തരൊക്കെ ഞാൻ അറ്റ്ലീസ്റ്റ് ഇത് പൗഡർ മാച്ച് ആക്കി ഓയിൽ ഗീ മാച്ച് ആക്കി ഇങ്ങോട്ട് എന്താന്ന് അവളെന്നെ കോക്കോപ്പാളാ എനിക്കത് മനസ്സിലാവുന്നില്ല. എന്നാ പിന്നെ നമുക്ക് അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇവിടെ അവസാനിച്ചു. വിജയകരമായി തോൽവികരമായി ഇന്നത്തെ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.